പിന്നെ സലാം മുസ്ലിയാർ ദേവർഷോല സമസ്തയിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. വ്യാജ ത്വരീക്കത്തുകളിലാണ്. പിന്നെ ഈ വ്യാജ ത്വരീക്കത്തുകൾ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ 12ാമത്തെ തീജാനി ത്വരീക്കത്താണ്. ഇന്ന് പ്രചാരത്തിലുള്ള തീജാനി ത്വരീക്കത്തിൽ ശരീഅത്ത് വിരുദ്ധ ആശയങ്ങൾ ധാരാളം കടന്നുകൂടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, തനിച്ച കള്ളന്മാർ. ഏതായിരുന്നാലും ത്വരീക്കത്തിൻ്റെ വിഷയത്തിൽ ഒരു സമസ്തക്കും കൈയൊഴിയാൻ കഴിയില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ ത്വരീക്കത്തിനെ വിമർശിക്കുമ്പോഴും മറ്റൊരുപാട് ത്വരീക്കത്തെ വാരിപ്പുണരുന്ന ആളുകളാണ് ഇവർ. എന്നാൽ ഇസ്ലാമിന് ഇങ്ങനെ ഒരു ത്വരീക്കും പരിചയമില്ല. സമസ്തയുടെ ആദർശങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇതെല്ലാം വ്യക്തിപരമായ വ്യക്തികളിലേക്കെല്ലാം എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഷവ്വാലിലാണ് നമ്മളുള്ളത്. റമളാനിൽ കുറേ അനാചാരങ്ങളും മറ്റുമുണ്ടായി. ഷവ്വാലിലെത്തിയപ്പോൾ ഷവ്വാലിലിപ്പോൾ തീജാനി ആണ്ടിൻ്റെ സമയമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളും മറ്റുമൊക്കെ കാണാൻ സാധിക്കും. ശരിക്കും ഇതിനെക്കുറിച്ച് എന്താണ് പറയാം? ഈ തീജാനി ത്വരീഖത്ത് പറഞ്ഞാൽ അത് ഷിയ ആശയപ്രകാരം സൂഫികൾ കൊണ്ടു നടക്കുന്നൊരു ത്വരീഖത്താണ് തീജാനി എന്ന് പറഞ്ഞാൽ. അതിനെ പൂർണ്ണമായി എടുക്കുന്നവരുണ്ട്, അതേപോലെ എതിർക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയാണ് അതിനോടുള്ള സമീപനം ഉള്ളത്. ഇവിടെ കേരളത്തിലും പിന്നെ തീജാനി ത്വരീഖത്തിന് പ്രചാരകരുണ്ട്, വക്താക്കളുണ്ട്. ഇപ്പോൾ അതിലൊരു കഴിയപ്പെട്ട ആളാണ് റഹ്മത്തുള്ള ഖാസിമി. അയാൾ അതിൽ പോയി ചേർന്ന് അതിൻ്റെ ആളായി അങ്ങനെ പോകുന്ന ഒരവസ്ഥയാണ്. പിന്നെ എല്ലാ ത്വരീഖത്തുകളും ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ആണ്ട് ഉറൂസ് കാര്യങ്ങളിലൂടെയാണ് ഓരോ ജീവിതം പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തീജാനി ത്വരീഖത്തിനും അതിൻ്റേതായൊരു രീതി ഉണ്ടാകും. ഇവിടെ നമ്മൾ ഈ വിഷയത്തെ ഒന്ന് കാണേണ്ടത്, അപ്പോൾ മുഖ്യധാരയിലുള്ള സമസ്ത അഥവാ AP, EK വിഭാഗങ്ങൾ അവർ പറയും ഞങ്ങൾക്ക് ഈ തീജാനി ത്വരീഖത്തായിട്ടൊന്നും ബന്ധമില്ല, ഞങ്ങൾ പിന്നെ എതിർത്ത അല്ലെങ്കിൽ ഞങ്ങൾ പുത്തൻ ത്വരീഖത്താണ്, വ്യാജ ത്വരീഖത്താണ് എന്ന നിലക്ക് കണ്ട ഒന്നാണ് തീജാനി എന്നാണ്. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ 2 സംഘം കള്ളന്മാർ ഒരുമിച്ച് കണ്ടുമുട്ടിയിട്ട് അവരിങ്ങനെ പറയാ, ഒരു സംഘം മറ്റൊരു സംഘത്തെ ചൂണ്ടിയിട്ട് പറയാ നിങ്ങൾ കള്ളന്മാരാണ്. അപ്പോൾ അവരിങ്ങോട്ടും ചൂണ്ടിയിട്ട് പറയാം നിങ്ങളും കള്ളന്മാരാണ്. ഇതാണിപ്പോൾ ശരിക്ക് അവസ്ഥ. അതായത് തീജാനി ത്വരീഖത്ത് വ്യാജമാണ് എന്ന് പറയുന്ന ആളുകൾ എത്രയോ വ്യാജ ത്വരീഖത്തുകളുടെ വക്താക്കളാണ്, അതിൻ്റെ അവകാശം വാദിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ഈ തീജാനി ത്വരീഖത്ത് കൊണ്ടു നടക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ എന്താണോ അതുതന്നെയാണ് എവിടെയുള്ളത്, ഈ ത്വരീഖത്തുകളിലൊക്കെ ഉള്ളത്. ഇപ്പോൾ ഖാദിരി ആകട്ടെ, ചിഷ്തി ആകട്ടെ, നക്ഷബന്ദി ആകട്ടെ, സെഹ്റബന്ദി ആകട്ടെ, ഏതെടുത്താലും അതിലുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ 2 കള്ളസംഘന്മാരും പറയുമ്പോൾ കണ്ടുമുട്ടുപോലും പറയാണ് നിങ്ങൾ കയറുന്നിടത്ത് അല്ലെങ്കിൽ ഞങ്ങൾ കയറുന്നിടത്ത് നിങ്ങൾ കയറാൻ പാടില്ല. ഇപ്പം ഞങ്ങളൊരു വീട്ടിൽ കക്കാൻ കയറുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കയറരുത് എന്നാണ് ഇപ്പോൾ തീജാനി ത്വരീഖത്തിൻ്റെ പ്രശ്നമായിട്ട് ഈ സമസ്തക്കാർ പറയണത്. അഥവാ തീജാനി ത്വരീഖത്തിൽ പറയുന്നത് ഞങ്ങളുടെ ഷെയ്ഖന്മാരെ ത്വരീഖത്ത് അതാണ് പിൻപറ്റേണ്ടത്, വേറൊന്നും പാടില്ല എന്നാണ്. അപ്പോൾ ഞങ്ങൾ കയറി കക്കുന്ന വീട്ടിൽ പിന്നെ നിങ്ങൾ കയറരുത്, നിങ്ങൾ വേറെ വീട്ടിൽ പോകാതെ ഈ വീട്ടിൽ തന്നെ കയറണം കക്കാൻ എന്നിടത്താണ്. അപ്പോൾ അത്രേ ഉള്ളത്. 2 കള്ളസംഘങ്ങളാണ് ഉള്ളത്. ഇതിപ്പോൾ പിന്നെ സലാം മുസ്ലിയാർ ദേവർഷോല സമസ്തയിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. വ്യാജ ത്വരീക്കത്തുകളിലാണ്. ആരത് പറയണമെന്ന് നോക്കണം. എല്ലാ ത്വരീക്കത്തുകളെയും പിന്നെ ഒരുമിച്ച് അവകാശപ്പെടുന്ന ആളുകൾ, അത് മുഖ്യധാരയിലുള്ള ത്വരീക്കത്തുകൾ മൊത്തം ആ ത്വരീക്കത്തുകൾ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് വ്യാജ ത്വരീക്കത്തുകൾ. എന്നിട്ട് ഇതിലെന്ത് ചെയ്തു, ഒരു ഭാഗത്ത് പിന്നെ ഈ വ്യാജ ത്വരീക്കത്തുകൾ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ 12ാമത്തെ തീജാനി ത്വരീക്കത്താണ്. ഇന്ന് പ്രചാരത്തിലുള്ള തീജാനി ത്വരീഖത്തിൽ ശരീഅത്ത് വിരുദ്ധ ആശയങ്ങൾ ധാരാളം കടന്നുകൂടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, തനിച്ച കള്ളന്മാരാണ്. കാരണം ഈ 2 കള്ളന്മാർ ഒരേ അടുത്ത് കണ്ടുമുട്ടിയുള്ള രീതിയാണ് പോയി പറയണത്. ആരത് പറയണത്? എല്ലാ മതവിരുദ്ധ ആശയങ്ങളും കുടിയിരിക്കുന്ന ത്വരീഖത്തുകളുടെ അട്ടിപ്പേർ അവകാശപ്പെടുന്ന ആൾ പറയാണ് തീജാനി ത്വരീഖത്തിൽ ഒരുപാട് മതവിരുദ്ധ ആശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇനി പിന്നെ അടുത്തെന്താ അറിയോ, തീജാനി ത്വരീഖത്തിൽ പെടാത്ത മറ്റു ഔലിയാക്കളെ സന്ദർശിക്കൽ, അവരോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കൽ, ദിക്ർ, സ്വലാത്ത്, ഖുർആൻ, നേർച്ച, ദാനം, ധർമ്മം തുടങ്ങിയവയുടെ പ്രതിഫലം അവർക്ക് ഹദിയ ചെയ്യൽ, ഉപകാരലബ്ധിയോ ദുരിതമോചനമോ ഉദ്ദേശിച്ച് ഈ വക കാര്യങ്ങൾ നിർവഹിക്കൽ,
അവരെ മുൻനിർത്തി ഇടതേടൽ, തവസ്സുൽ, സഹായാർത്ഥന, ഇസ്തിഗാസ, ബർക്കത്തെടുക്കൽ, ഇതെല്ലാം നിരോധിക്കപ്പെട്ടതാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. അതായത് തീജാനി ത്വരീഖത്ത് എവിടെ കയറിയാണോ കക്കുന്നത് അവിടെ തന്നെ കയറി കക്കണം എന്നാണ് ഓരോ പ്രശ്നം. അപ്പോൾ അതാണ്, അങ്ങനെ പോരെ, എല്ലാ വീട്ടിലും കയറി കക്കണം എന്ന തീരുമാനത്തിൽ ഇവരുമായിട്ട് ഉടയാനുള്ള കാരണം അതാണ്. അതുകൊണ്ടാണ് ഇത് വ്യാജനായത്. അല്ലാതെ ഈ അനിസ്ലാമിക ആശയങ്ങൾ പാടില്ല എന്ന് ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞത് കൊണ്ടല്ല. കാരണം APEK സംസ്ഥകൾ കൊണ്ടു നടക്കുന്ന ത്വരീഖത്തുകളിലും ഇതുണ്ട്. ആ ജാറത്തിലും മക്ബറയിലും മറ്റിടത്തും പോയി ഇസ്തിഗാസയും തവസ്സുലും അള്ളാഹിനോട് ചോദിക്കേണ്ടോ നടത്തേണ്ടതൊക്കെ അവിടെ കൊടുക്കുക, അവിടേക്ക് നേർച്ചയാക്കുക, അവിടെ എന്തോ ബർക്കത്ത് കിട്ടും, അവിടെ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ് എന്ന നിലക്ക് എല്ലാ ത്വരീഖത്തിലും ഇവരുണ്ട്. പക്ഷേ തീജാനിക്കാരുടെ ത്വരീഖത്ത് പ്രകാരം മാത്രമേ ഇത് പാടുള്ളൂ എന്ന് പറഞ്ഞതാണ് ഇവരെ എതിർക്കാനുള്ള കാരണം. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ എല്ലാം വ്യാജാണ്, ഒന്നും എന്തല്ല യാഥാർത്ഥ്യമല്ല, എല്ലാം പൊള്ളയാണ്, വ്യർത്ഥ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സമസ്ത എന്തിനു വേണ്ടിയാണോ കുഴി കുഴിച്ചത് ആ കുഴിയിൽ തന്നെ പോയി ചാടുകയാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് തീജാനി ത്വരീഖത്തോട് ബന്ധമില്ല എന്ന് ഈ മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം തീജാനി ത്വരീഖത്ത് എന്താശയമാണോ അതേ ആശയം ഇവിടെ ആദ്യമായി പഠിപ്പിച്ച ത്വരീഖത്തുകളാണ് ആരുടെ അടുത്തുള്ളത്? സമസ്തൻ്റെ അടുത്തുള്ളത്. ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടത് പിൻപറ്റുക. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹ്ക്ക് പുറമേ ഉള്ള സഹായികളെ തേടി നിങ്ങൾ പോകണ്ട. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതും പറയേണ്ടതും അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കേണ്ടതുമായ കാര്യങ്ങളാണല്ലോ ഇവിടെയൊക്കെ പോയി തേടുന്നത്. അത് വേണ്ടാതെ ഖുർആനാണ് പറയണത്. എന്നിട്ട് പറഞ്ഞു ഖലീലമാ തദക്കറുൻ, നിങ്ങൾ അല്പം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അഥവാ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയും ബോധവും ഈ മുസ്ലിയാക്കന്മാർക്ക് തന്നെ വന്നിട്ടില്ല. കാരണം അവർ പഠിച്ചതും ജീവിച്ചതും മനസ്സിലാക്കിയതും അവർ വായിച്ചതൊക്കെ ഈ ഷിയാ സൂഫി ആശയങ്ങൾ എഴുതി ചേർക്കപ്പെട്ട കിതാബുകളാണ്. പ്രശ്നം ഉണ്ടാവും. ഇനി ഇവിടുത്തെ വേറെ രസം എന്താ അറിയോ, ഈ തീജാനി ത്വരീഖത്തിനെ വ്യാജനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവർക്ക് ഇപ്പം ശരിക്ക് അടി കൊടുത്തത് ആരാണ്? CM മടവൂരാണ്. കാരണം CM മടവൂരിൻ്റെ അവകാശവാദം എന്താ വെച്ചാൽ എല്ലാ ത്വരീഖത്തിൻ്റെയും കുത്തുബ് മൂപ്പരാണ്. ഇനിയിപ്പോൾ എല്ലാ ത്വരീഖത്തെന്ന് പറഞ്ഞാൽ സൂഫി ആശയപ്രകാരം ഇന്ന് ലോകത്ത് വ്യാപിച്ച് കിടക്കുന്ന എല്ലാ ത്വരീഖത്തിൻ്റെയും, ഇനി വേറല്ല, കാരണം എല്ലാ ത്വരീഖത്തും ഒരേ ആശയത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CM മടവൂര് അവകാശപ്പെട്ടത് എന്താണ്? കാനൽ ജന്താദി, ജന്താദി ഞണ്ടാടി ഒരു മുസ്ലിയാരാണ്. അദ്ദേഹം പറയാണ് കാനൽ ജന്താദിയു കുത്തുബൽ ഖാദിരിയ, ഖാദിരിയ ത്വരീഖത്തിൻ്റെ കുത്തുബായൊരു ഞണ്ടാടി. അപ്പോൾ ഇയാൾ പറയാണ് വഅന കുതുബു കുല്ലി ത്വറായിഖ് ഇല റഹ്മാൻ, റഹ്മാനിലേക്കുള്ള എല്ലാ ത്വരീഖത്തിൻ്റെയും കുത്തുബ് ഞാനാണ്. അപ്പോൾ ഈ തീജാനി അടക്കമുള്ള എല്ലാ ത്വരീഖത്തുകാരും പറയുന്നത് എന്താണ്? ഞങ്ങൾ ശരീഅത്തിലൂടെ ഹഖീഖത്തിലേക്ക് എത്തി. അങ്ങനെ ഹഖീഖത്തിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്? അള്ളാഹുവിലേക്ക് ലയിക്കുകയാണ്. അവരെ മശായിഖന്മാരൊക്കെ എല്ലാം ഈ തീജാനി അടക്കം. അപ്പോൾ തീജാനി വ്യാജെന്ന് പറഞ്ഞാൽ തീജാനിൻ്റെ ആശയം അതാണ്. പക്ഷേ വ്യാജായത് എന്തുകൊണ്ടാണ്? തീജാനിക്ക് തീജാനിൻ്റെ നിബന്ധന ഉണ്ടായപ്പോൾ അത് ഇവർക്ക് പറ്റിയില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടക്കം കുത്തുബാരാണ്? CM മടവൂരാണ്. എന്നിട്ട് പറയാം വക്കാല മറ, വേറൊരു മൂപ്പര് പറഞ്ഞാൽ എന്താ അറിയോ? കുല്ലു ത്വറായിഖിൽ ആലമി മിന്നി അൽ ആൻ, ലോകത്തുള്ള എല്ലാ ത്വരീഖത്തുകളും ഇപ്പം എൻ്റെ നിന്നാണ്, ഞാനാണ്, ഇന്നിലൂടെയാണ് ഇപ്പോൾ ആ ത്വരീഖത്തൊക്കെ പോകുന്നത്. പറയാണ് ഇല്ലാ ത്വറായിക്ക നഹവി റാഫില ദാത്തൽ ബുത്തുലാൻ, റാഫുലിയാക്കളൊക്കെ ഒഴുകിയത്. റാഫുലിയാക്കൾ പറഞ്ഞാൽ അത് ഷിയായിസ്തിൻ്റെ വേറൊരു പതിപ്പാണല്ലോ, അതെങ്ങനെ ഒഴിവാക്കുക? അപ്പോൾ റാഫുലിയാക്കൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അതായത് ഈ തീജാനിയെ മാറ്റി നിർത്താൻ സമസ്ത കണ്ടൊരു കാരണം എന്താണോ എന്ന പോലെ തന്നെ റാഫുലിയാക്കളെ മാറ്റി നിർത്താൻ ഒരു കാരണമുണ്ട്, അത്രേ ഉള്ളൂ. അതും ഇവിടെ തന്നെ എത്തുക. ചുരുക്കി പറഞ്ഞാൽ CM മടവൂർ എല്ലാ ത്വരീഖത്തിൻ്റെയും ആളാന്ന് മൂപ്പര് പ്രഖ്യാപിച്ചുകൊള്ളു. ഇനി ഇത് കാന്തപുരം തന്നെ പേര് നിർദ്ദേശിച്ച പുസ്തകമാണ്. ഇപ്പോൾ ഈ പുസ്തകത്തിൽ പറയാണ് കാനൽ ജന്താദി, കാന ഞണ്ടാടി കുത്തുബൽ ഖാദിരിയ വാന കുത്തുബ, പിന്നെ കുല്ലി ത്വറായിഖി ഇല റഹ്മാൻ. ഇവിടെ അതായത് ഈ കിതാബിൽ വന്നത് ഇത് എഴുതിയ ഷംസുദ്ദീൻ മുസ്ലിയാർ എടുത്ത് ഉദ്ധരിക്കുകയാണ്. കുല്ലു ത്വറായിഖിൽ ആലം മിന്നി അൽ ആൻ. ഇതൊക്കെ കാന്തപുരത്തിൻ്റെ കയ്യൊപ്പുണ്ട് എന്നർത്ഥം, നിസാരക്കാരനല്ല. കാന്തപുരം പേര് നിർദ്ദേശിച്ച പുസ്തകമാണ് ഇത്. കാന്തപുരം അവതാരിക എഴുതി കൊടുത്ത പുസ്തകമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വ്യാജ ത്വരീഖത്തുകൾ എന്ന് പറഞ്ഞ് സമസ്ത മാറ്റിവെച്ച ഈ തീജാനി ത്വരീഖത്തിൻ്റെയും
അധികാരം ആരവകാശപ്പെട്ടിട്ടുണ്ട്? CM മടവൂർ അവകാശപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ആണ്ട് അനാചാരങ്ങളെ തൊട്ട് സമൂഹത്തെ നമ്മൾ വിട്ടു നിർത്തണം. കാരണം ഇസ്ലാമിൽ അങ്ങനെ ആണ്ടും ഉറൂസും കാര്യങ്ങളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഇല്ല, സ്വഹാബത്തിൻ്റെ ഇതില്ല, ആരുതില്ല. കാരണം ഇസ്ലാം പഠിപ്പിച്ച ആഘോഷങ്ങൾ അത് ശറഅാണ്. അതിന് ആദാബുകളുണ്ട്, സുന്നനുകളുണ്ട്, അത് എപ്പോഴാണ് എങ്ങനെയാണ് നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിലക്കൊരു കാര്യം ഉത്തമ തലമുറയിൽ ആര് വിഷയത്തിലുമില്ല. അപ്പോൾ ഉത്തമ തലമുറയിൽ ആർക്കും അങ്ങനത്തെ ഒരു പദവിയും പോരിശയില്ലെങ്കിൽ പിന്നെ പിൽക്കാലത്ത് ആർക്കും അത് ഉണ്ടാവില്ല. അത് ഇസ്ലാമിന് വിമർശകർക്ക് ക്ഷതമേൽപ്പിക്കാൻ കാരണമാകുന്ന ഒരു ചിന്തയാണ്. അപ്പോൾ ഒരിക്കലും തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് സമൂഹം തലവെച്ച് കൊടുക്കരുത്. ഈ ത്വരീക്കത്തിന് വ്യാജൻ എന്ന് പറഞ്ഞ് അകറ്റാൻ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്ക് കഴിയില്ല. കാരണം ഒരേ ആശയമാണൊക്കെ. തീജാനിക്ക് ആണ്ടുണ്ട്, അതേപോലെ കാതിരിയാക്കൾക്ക് ആണ്ടുണ്ട്, നക്ഷബന്ദികൾക്ക് ആണ്ടുണ്ട്. ഇപ്പോൾ CM മടവൂരിൻ്റെ ആണ്ട് 35-ാം ആണ്ട് നടത്തിയില്ലേ? ആ CM മടവൂരാ പറയണത് എല്ലാ ത്വരീക്കത്തും എൻ്റെതാണ്, എല്ലാ ത്വരീക്കത്തും ഇനി എന്നിലൂടെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ത്വരീക്കത്തുകളും വ്യാജമാണ്. യഥാർത്ഥമായൊരു ത്വരീക്കത്ത് അത് സിറാത്തുൽ മുസ്തഖീം മാത്രമാണ്. അതിലാണ് മരണം വരെ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ പിന്നെ ഈ തീജാനി ത്വരീക്കത്തിൻ്റെ ആണ്ട് വന്നു എന്നുള്ളത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ത്വരീക്കത്തിൻ്റെ ഒരു വസ്തുത മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇതിനെ കണക്കാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം എന്തുണ്ടാകുമ്പോഴും അതിനൊരു ഗുണപാടുണ്ടാവുമല്ലോ. ഇപ്പോൾ മടവൂർ കാഫിലക്കാരൻ്റെ പ്രശ്നം വന്നപ്പോഴേ അതുമായി ബന്ധപ്പെട്ടത് എല്ലാം ഇജാദിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ അതൊരു കാരണമായി. എന്നതുപോലെ ഈ ആണ്ട് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ ഇസ്ലാമിൽ ഒറ്റ ത്വരീക്കേ ഉള്ളൂ. ത്വരീഖ് എന്ന് പറഞ്ഞാൽ മാർഗം എന്നാണ് അർത്ഥം. സിറാത്ത് എന്നും സബീൽ എന്നും ഒക്കെ അതിന് പദങ്ങൾ പറയാൻ കഴിയും. മനഹജ് എന്നൊക്കെ പറയാം. ഇസ്ലാമിൽ ഒറ്റ ത്വരീഖേ ഉള്ളൂ. ആ ത്വരീഖിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കണേ എന്നാണ് ഓരോ മുസ്ലിമിനോടും ഒരു ദിവസത്തിൽ 17 വട്ടം നിർബന്ധമായും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ ശരിയായ സിറാത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു നീണ്ട വര വരച്ചു. അതിന് ചുറ്റും ഒരുപാട് വരകൾ വരച്ച ഹദീസ് നമുക്ക് കൃത്യമായി കാണാം. എന്നിട്ട് റസൂൽ വന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് നൽകുന്ന, ഞാൻ നിലകൊള്ളുന്ന ശരിയായ പാത ഇതാണെന്ന് ഖുർആൻ ആയത്ത് അല്ലാഹുവിൻ്റെ പ്രവചനം ഓതുകയാണ്. ഫത്തബിഉഹു, നിങ്ങൾ ആ സിറാത്തുൽ മുസ്തഖീമിനെ പിൻപറ്റണം. ഫലാ തത്തബിഉ സുബുൽ, രണ്ട് ഭാഗത്തുമുള്ള നിങ്ങളെ വഴിപിഴപ്പിക്കുന്ന സുബുലുകളാണ്. പ്രവചനം പറയും ഈ വഴിയാണ് അള്ളാഹുവിൻ്റെ വഴി. ഈ രണ്ട് പാശങ്ങളിലുള്ള വഴികളിലൊക്കെ ഓരോ ശൈത്താനുമാർ കയറിയിരുന്നിട്ടുണ്ട്. അവരൊക്കെ ശൈത്താൻ്റെ ത്വരീഖിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിലേക്ക് പോകരുത് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. കാരണം പിശാച് എന്നാണ് പറഞ്ഞത്, പിശാച് ഈ സിറാത്തുൽ മുസ്തഖീമിൽ കയറിയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവന് പറഞ്ഞു, അള്ളാഹു നിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ കയറിയിരിക്കും, എന്നിട്ട് അവരുടെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും പാർശ്വഭാഗങ്ങളിൽ നിന്നൊക്കെ ഞാൻ എന്ത് ചെയ്യും, അവരെ ഈ പാറിൽ നിന്ന് തിരിച്ചു വിളിക്കും, തെറ്റിക്കുമെന്ന് പിശാച് അള്ളാഹുവോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വഴികളാണ് എല്ലാ ത്വരീഖുകളും. അപ്പോൾ തീജാനി ആകട്ടെ, നഖ്ശബന്ദി ആകട്ടെ, ഖാദിരിയ, പിന്നെ സുഹ്റവർദിയ എന്നിങ്ങനെ തുടങ്ങിയിട്ട് എണ്ണമറ്റ ത്വരീഖത്തുകൾ ഇന്ന് ഈ സമസ്തയിലെ രണ്ട് വിഭാഗവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചില ത്വരീഖത്തുകാർ മറ്റേ ത്വരീഖത്തുകാർ ചീത്ത വിളിക്കുന്നു, അവർക്ക് ഈ ത്വരീഖത്തുകാരെ കാണാൻ പിന്നെ പാടില്ല, മറ്റവരവരെ പുറത്താക്കുന്നു എന്നിങ്ങനെയുള്ള തല്ലുകളൊക്കെ അതിനകത്തുള്ളത് മറ്റൊരു വിഷയം. ഏതായിരുന്നാലും ത്വരീഖത്തിൻ്റെ വിഷയത്തിൽ ഒരു സമസ്തക്കും കൈയൊഴിയാൻ കഴിയില്ല. ഏതെങ്കിലും 1-2 ത്വരീഖത്തിനെ വിമർശിക്കുമ്പോഴും മറ്റൊരുപാട് ത്വരീഖത്തെ വാരിപ്പുണരുന്ന ആളുകളാണ് ഇവർ. എന്നാൽ ഇസ്ലാമിന് ഇങ്ങനെ ഒരു ത്വരീഖും പരിചയമില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പ്രവാചകൻ കാണിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത് ഒരൊറ്റ ത്വരീഖാണ്. അതാണ് നമ്മൾ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ നമസ്കാരങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, ആ ത്വരീഖിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഏത് ത്വരീഖിലേക്ക് പ്രവേശിച്ചാലും അതെല്ലാം നരകത്തിലേക്കുള്ള വഴിയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി അത് ഒരൊറ്റ വഴിയാണ്. ഇവർ പറയുന്നത് പോലെ ഈ വഴികളെല്ലാം സ്വർഗത്തിലേക്ക് എത്തൂല. റസൂൽ പറഞ്ഞത് ഈ 2 ഭാഗങ്ങളുള്ള വഴികൾ ഈ നേരായ പാത തെറ്റിക്കുന്നതാണ്. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമാണ് പഠിപ്പിച്ചത്. ആ വഴി എന്നുള്ളത് ഏതാണ് വഴി? അത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരും സിദ്ദീഖുകളും ശുഹദാക്കളും ഒക്കെ സഞ്ചരിച്ച പാതയാണ്. അതിലാണ് റസൂലുള്ളത്. അതാണ് പ്രവാചകൻ നമ്മളോട് പിൻപറ്റാൻ വേണ്ടി പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ വഴിയെ സ്വീകരിച്ചാൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുക. ഏത് ത്വരീഖത്തും ആ ത്വരീഖത്ത് അതിൻ്റെ പേര് നടക്കുന്ന ആണ്ടുകളെന്നൊക്കെ അത് നരകത്തിലേക്കുള്ള വിളികളാണ്. മാത്രവുമല്ല ഈ ആണ്ടുകളുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇസ്ലാമിന് അന്യമായ പ്രവർത്തനങ്ങളാണ്. അതിൽ നടക്കുന്ന വിളികളും പ്രാർത്ഥനകളും ഒക്കെ ശിർക്കാണ് എന്നൊക്കെ അത് മറ്റൊരു അതിലേക്കൊന്നും പോകുന്നില്ല. സാധാരണക്കാരോട് പറയാനുള്ളത്, നമ്മൾക്ക്
ഒരൊറ്റ പാത മതി. അത് അള്ളാഹു പഠിപ്പിച്ച, റസൂൽ പഠിപ്പിച്ച പാതയാണ്. അതിൽ തെറ്റിയിട്ട് മറ്റൊരു പാതയിലേക്കും പോകേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്തരം ആണ്ടുകളും ഇത്തരം ത്വരീക്കത്തുമെല്ലാം ഇസ്ലാമിന് അന്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ശരിയായ പാതയിൽ നിന്ന് തെറ്റിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ് ക്ലോസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലിൻ്റെ കാലത്ത് എന്തൊക്കെയാണോ ദീനായിട്ടുള്ളത് അതെല്ലാം ഇന്നും ദീനാണ്. റസൂലിൻ്റെ കാലത്ത് ദീനല്ലാത്തത്, പഠിപ്പിക്കാത്തത്, അത് ഇന്നും ദീനല്ല, ഇസ്ലാമിലില്ലാത്തതാണ്. അപ്പോൾ ബിദഅത്തുകളും ശിർക്കുകളൊക്കെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ബിദഅത്തുകൾ നമുക്ക് ശൈത്താൻ നന്മയാക്കി തോന്നിക്കും, അത് കൂലി കിട്ടുന്നതാണെന്ന് തോന്നിപ്പിക്കും. അങ്ങനെ അതിൽ നമ്മൾ കൂലി കിട്ടുമെന്നും പ്രതിഫലം കിട്ടുമെന്ന് ആഗ്രഹിച്ച് അതിൽ വ്യാപൃതരാവും. ഇസ്ലാമിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ എത്തുമ്പോൾ അത് തിന്മയായിട്ടായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ വരിക എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദീനിൻ്റെ പേരിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രമാണങ്ങളിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.